മലൈക്കോട്ടെ വാലിബൻ. അതില് ടൈറ്റിലും സ്റ്റോറി ബോർഡും ഒക്കെ അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം. അതൊരു ഗംഭീരമായൊരു ആശയമായിരുന്നു. ആ ടൈറ്റിലിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളം എഫേർട്ട് എടുത്തായിരുന്നു. എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മുഖം ഞാൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വരച്ചാണ് ആ പ്രേമലേഖനത്തിലെ സാറാമ്മ. അത് രഹസ്യം ഇപ്പം ഞാൻ വെളിപ്പെടുത്തി നോക്കിക്കും. വരയ്ക്കുന്ന ഓരോ സമയങ്ങളിലും കേശവൻകുട്ടി നായർ സാറാമ്മയും വളരെ മധുര നർമ്മ സംഭാഷണങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന സമയങ്ങളിൽ എനിക്ക് സാറാമ്മയുടെ എനിക്ക് പ്രണയം അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. കേശവൻകുട്ടി നായരെ കാട്ടി കൂടുതൽ. കേശവൻകുട്ടി നായരെ ചെറിയ ചെറിയ ഫ്രെയിമുകളിലേക്ക് ഒതുക്കി. DC ബുക്സിന്റെ ഒരു പുസ്തകത്തിലൂടെ അതെ സാറ് ബഷീർ സാറിന്റെ പ്രേമലേഖനവും വരച്ചിരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയാണ്? തകര പ്രസിദ്ധീകരിച്ച് പൂർത്തിയായതിനു ശേഷം തകരയും അതോടൊപ്പം തന്നെ ബഷീർ സാറിന്റെ പ്രേമലേഖനവും ഒരുമിച്ച് പുസ്തകമാക്കി ചെയ്യാൻ DCയുടെ തീരുമാനമായിരുന്നു. അപ്പം അന്നേരമാണ് പ്രേമലേഖനത്തെ ഒരു ഗ്രാഫിക് ഫോർമാറ്റിൽ വരയ്ക്കാനായിട്ട് എന്നോട് DC ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് അത് ഒരു ഗ്രാഫിക് പുസ്തകമായിട്ട് വരച്ചത്. അതൊരു എൻ്റയർലി നമ്മൾ തകരയുടെ ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അതിൻ്റെ കളറിങ് പാറ്റേൺ ഒരു 2 കളർ രീതിയിലാണ് അതിനെ നമ്മൾ നരേറ്റ് ചെയ്തേക്കുന്നത്. പ്രേമലേഖനം അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി നമ്മുടെ സ്നേഹിതർ വരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഈ 2 കാര്യം തകരയും പ്രേമലേഖനത്തിൻ്റെ കാര്യം പരാമർശത്തിന് ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു ഫംഗ്ഷന് വെച്ച് എനിക്കത് അനുഭവമാക്കി. അപ്പോൾ അതൊരു പ്രേമലേഖനം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരിക്കൽ സക്കറിയ സാറ് ആ വർഷം വായിച്ച പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ്, മികച്ച വായിച്ച പുസ്തകങ്ങളുടെ ലിസ്റ്റിനകത്ത് മനോരമ സൺഡേയിലാണെന്ന് തോന്നുന്നത് അതിൽ പ്രേമലേഖനം ഉൾപ്പെടുത്തിയായിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫിക് നോവൽ വായനാനുഭവങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു. അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമല്ലോ. പ്രേമലേഖനം വരയ്ക്കാനായിട്ട് എനിക്കൊരു അവസരം വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു നഷ്ട അനുഭവങ്ങൾ ഒരു കാര്യം വെച്ചാൽ എനിക്ക് ബഷീർ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ എന്തെങ്കിലും അന്നൊന്ന് പോയി പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ കൊതിച്ച് ആഗ്രഹിച്ച് കിട്ടിയൊരു കഥയാണ് വരയ്ക്കാൻ പ്രേമലേഖനം വരയ്ക്കുമ്പോഴെല്ലാം ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ആ നർമ്മവും അദ്ദേഹത്തിൻ്റെ ആ കഥയുടെ ഭൂമിക രൂപപ്പെടുത്തുന്ന സംഭാഷണങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അതിനെ എത്രത്തോളം വരയുടെ സാധ്യതകൾ ഉപയോഗിച്ച് അതിനെ എത്രത്തോളം അതിനെ എന്താ പറയുന്നത് കേശവൻകുട്ടി നായരും സാറാമ്മയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ലോകമാണുള്ളത്. ഈ പുസ്തകം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാറാമ്മയുടെ രൂപം ഓരോരുത്തരിലും ഓരോ രൂപമായിരിക്കും, മൗലികമായിരിക്കുമല്ലോ. പുസ്തകം വായിക്കുന്ന ഒരാൾ സാറാമ്മ, ഞാൻ വരയ്ക്കുന്ന ഒരു സാറാമ്മയുടെ ശാരീരിക ആ ഒരു രൂപം അതിൽ നിന്നും വിഭിന്നമായിരിക്കും വേറൊരു വായനക്കാരൻ്റെ മനസ്സിൽ കിട്ടുന്നത്. അപ്പം ഞാൻ വരയ്ക്കുമ്പം അത് പരിമിതപ്പെട്ടു പോരുന്നൊരാഗ്രഹം എന്നെ സംബന്ധിച്ചുണ്ട്. കാരണം എന്നേക്കാൾ ബ്യൂട്ടിഫുള്ളായിരിക്കും ഇപ്പം അരുൺ വായിക്കുമ്പം മനസ്സിൽ തോന്നുന്ന സാറാമ്മ മുരളിച്ചേട്ടൻ ഇങ്ങനെയാണോ വരച്ചത്, ഇങ്ങനെയല്ലല്ലോ ഞാൻ കണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും അങ്ങനെ ഓരോ വായനക്കാരും ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എനിക്ക് എൻ്റെ എപ്പോഴോ ബാല്യകാലത്ത് കണ്ട എൻ്റെ ഒരു സാറാമ്മ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മുഖം ഞാൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വരച്ചാണ് ആ പ്രേമലേഖനത്തിലെ സാറാമ്മ. അത് രഹസ്യം ഇപ്പം ഞാൻ വെളിപ്പെടുത്തി നോക്കിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെ വേറെ പറഞ്ഞിട്ടുണ്ടെന്നൊരു ഓർമ്മ എനിക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ ഒരു സാറാമ്മ എന്നുള്ള ചിന്തയിലാണ് ഞാനത് വരച്ചത്. കാരണം അതിനകത്ത് മാത്രമേ എനിക്ക് നിധി പുലർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ കേശവൻകുട്ടി സാറാമ്മയും തമ്മിലുള്ള സംഭാഷണവും അവരുടെ ജീവിതത്തിൻ്റെ യാത്രയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വരയ്ക്കുന്ന ഓരോ സമയങ്ങളിലും കേശവൻകുട്ടി നായർ സാറാമ്മയും വളരെ മധുര നർമ്മ സംഭാഷണങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന സമയങ്ങളിൽ എനിക്ക് സാറാമ്മയുടെ പ്രണയം അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. കേശവൻകുട്ടി നായരെ കാട്ടി കൂടുതൽ വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് കേശവൻകുട്ടി നായരെ ചെറിയ ചെറിയ ഫ്രെയിമുകളിലേക്ക് ഒതുക്കി. എന്നത് സാറാമ്മയെ കുറച്ച് ഫ്രെയിം നമുക്ക് സാറാമ്മയും ഞാനും തമ്മിലുള്ള കോൺവെർസേഷൻ പോലെ ചില സമയങ്ങളിൽ കേശവൻകുട്ടി നായർ അങ്ങ് ലോങ് ഷോട്ടിലൊക്കെ സൈഡിലൊക്കെ വെച്ച്. അപ്പം അത്രയും ദീപ്തമായിരുന്നു ആ കാവ്യം. തങ്ങി നിൽക്കുന്ന രചനകൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് അങ്ങനെ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട രചനകൾ തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് എല്ലാവരും കരുതി ചെയ്തു പോകുന്നത്. ഇപ്പം വരയുടെ വേറെ തലങ്ങളിൽ ഇപ്പം തകര, പ്രേമലേഖനം, പിന്നെ കുട്ടികൾക്ക് വേണ്ടി വരച്ചതിൽ ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ അപ്പുവിൻ്റെ ഘടികാരം, പിന്നെ ഒരു മാടപ്രാവിൻ്റെ കളഞ്ഞു പോയ കഥ, അങ്ങനെ കുറച്ച് അംഗീകാരങ്ങൾ കിട്ടിയ വർക്കുകൾ പ്രത്യേകം നമുക്കൊരു അത് പെട്ടെന്ന് ഓർത്തപ്പോൾ പറയുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനാമുഖം, സാറാ ജോസഫിൻ്റെ ഊരുകാവല്, സേതു സാറിൻ്റെ കിളിമൊഴികൾക്കപ്പുറം, അങ്ങനെ കുറേ നോവലുകൾ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ.
ഇപ്പോൾ ഷാജികുമാറിൻ്റെ തിറം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇതെല്ലാം പ്രിയപ്പെട്ടത് തന്നെ. വരകളുടെയും പുസ്തകങ്ങളുടെയും ആ ലോകത്ത് നിന്ന് സിനിമയിലേക്കുള്ള ഒരു ജം കട്ട് എങ്ങനെയായിരുന്നു? സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രേക്ഷകനാകാനും, സിനിമ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരെയും പോലെ തന്നെ എനിക്കും സിനിമയോടുള്ള ഇഷ്ടമുണ്ട്. നമ്മൾ പൊതുവായ സിനിമ ഇഷ്ടക്കാർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം കുട്ടിക്കാലത്ത് അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നൊരു ഓർമ്മയാണ്. അദ്ദേഹം വലിയൊരു സിനിമ പ്രേമിയായിരുന്നു. അപ്പം ഏത് ജോലിയുടെ തിരക്കിന് ഇടവേളകളിലും അദ്ദേഹം എല്ലാ ആഴ്ചകളിലും തിയേറ്ററിൽ ഏത് സിനിമയാണെന്ന് ഉള്ള ഇല്ല, ഒരു സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞു വെച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ ഓർമ്മ എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. കാരണം അങ്ങനെയാണ് നമ്മളിൽ ഉള്ളിലൊരു സിനിമയുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകൻ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കഥ, ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ഫിക്ഷൻ വരയ്ക്കുമ്പോൾ ഞാനൊരു ചലച്ചിത്രകാരനെ പോലെയോ ചിത്രകാരനെ പോലെയോ ഒക്കെ നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഇഷ്ടം അതുകൊണ്ടാണ്. അച്ഛനെ ഈ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ അച്ഛൻ നമ്മളെ കൊണ്ടുപോയ സിനിമ പഠിപ്പിച്ചതിൻ്റെ ഒരു പഠനത്തിൽ നിന്നുമാണ് ഇതിൻ്റെ എല്ലാം ഒരു ചാലും കൂടെ വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ തകര വരയ്ക്കാനൊരു കാരണം തന്നെ ഒരു കഥ പറയാൻ ഞാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ ശൈലി എങ്ങനെയാണെന്ന്, അത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള എൻ്റേതായ ഒരു ആംഗിളിൽ ആണ് തകര പറയാനും കൂടി ഞാൻ ശ്രമിച്ചത്. പ്രേമലേഖനം അങ്ങനെ തന്നെ വേറൊരു വ്യൂ പോയിന്റിൽ അത് ചിത്രത്തിൻ്റെ സഹായത്തോടെ. കോവിഡിൻ്റെ സമയത്താണ് പ്രേമലേഖനം വായിച്ചിട്ട് ലിജോ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് നന്നായിട്ടുണ്ട്, ഞാൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ലിജോയുടെ അടുക്കലേക്ക് എത്തുന്നത്. ലിജോ ജോസഫ് അലിശ്ശേരിയുടെ നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ട്. ആമയം ചെയ്യുന്ന സമയത്ത് തന്നെ പോസ്റ്ററൊക്കെ ചെയ്യാൻ വേണ്ടി അന്ന് തകര മാതൃഭൂമി റിലീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം എന്നെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് PS റഫീഖ് എന്ന എഴുത്തുകാരനാണ്, എൻ്റെ റൈറ്റർ റഫീഖ് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത്. ചേട്ടാ തകരയുടെ ആ സ്റ്റൈലിൽ നമുക്ക് ആമേൻ്റെ പോസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അതെനിക്ക് തകര തന്ന നേരത്തെ പറഞ്ഞ പോലെ തകര നമുക്ക് തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അന്ന് ചെയ്യാൻ പറ്റില്ല. അത് എന്തോ റിലീസ് ഡേറ്റും ഒക്കെ തീരും, അങ്ങനെ എന്തൊക്കെയൊക്കെ വന്നുകൊണ്ട് അത് നടന്നില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അതുപോലെ ഒരു ഇല്ലസ്ട്രേഷൻ പോലെ പോസ്റ്ററൊക്കെ ചെയ്യാന്ന് പറയുന്നത്, ബ്ലോപ്പ് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അനുഭവം ആകേണ്ടതായിരുന്നു. പിന്നീടാണ് ലിജോ എന്നെ പ്രേമലേഖനത്തിന് വായിച്ചിട്ട് എന്നെ വിളിച്ചതും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതും ഒക്കെ. ഞാൻ എൻ്റെ സിനിമാ ആശയങ്ങളും ഒക്കെ ലിജോയോട് സംസാരിച്ചു. എന്താ പറയുക, എന്നിലുള്ള സിനിമാ ഭ്രാന്തനെ ഞാനിങ്ങനെ അഴിച്ചുവിട്ടു. അപ്പോൾ ആ സമയത്ത് ലിജോ മമ്മൂട്ടി സാറുമായിട്ടുള്ള നൻപകൽ നേരത്ത് ആലോചിക്കുന്നതും, പിന്നെ അതിലേക്ക് അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഒരു യെല്ലോയിഷ് കളറിൽ മമ്മൂക്കയുടെ മുഖമൊക്കെ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ടൈപ്പ് നൻപകൽ നേരത്തൊക്കെ കുറച്ച് ഒരെണ്ണം എഴുതി ഒരെണ്ണം സെലക്ട് ചെയ്ത് അങ്ങനെ ആദ്യത്തെ ഫിലിം പോസ്റ്റർ ഉണ്ടാകുന്നത് ആ സമയത്താണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ടൈറ്റിൽസ് ഒക്കെ വരച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരുപാട് ഫോട്ടോഷോപ്പ് പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് ഫോൺസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. സാറ് ആ രീതിയിൽ തന്നെ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത്. അതാ ഞാനിപ്പം പറഞ്ഞുകൊണ്ട് ഓർക്കുക, ഒരു കാലത്ത് ഞാൻ എൻ്റെ നോട്ട് ബുക്കിലും പുസ്തകങ്ങളിലും ഒക്കെ ഈ സിനിമയുടെ ടൈറ്റിലിങ് എഴുതാത്ത ബുക്കുകളില്ല. ആ സമയത്ത് തന്നെ ഇൻസ്പയർ ചെയ്ത ഒത്തിരി ഫിലിം പോസ്റ്റർ ഡിസൈനേഴ്സായിട്ടുള്ള മാസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ഓർക്കുകയെന്ന് വെച്ചാൽ S.A. നായർ, കിത്തോ, പിന്നെ അതുപോലെ തന്നെ നീതി, പിന്നെ അതുപോലെ ഇപ്പം മറ്റേ ഗായത്രി അശോകൻ ചേട്ടനൊക്കെ എൻ്റെ ഭയങ്കര ഇൻസ്പയർ ചെയ്ത ആളാണ്. ഗായത്രി അശോകൻ ചേട്ടൻ്റെ പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ ലേഔട്ട് തന്നെ ഗംഭീരമാണ്. ലേഔട്ടിൻ്റെ ഒരു ശൈലിയുണ്ട്, അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്ലാരിറ്റിയാണ്, നല്ല വൃത്തിയാണ്, പ്രത്യേക ഒരു ഭംഗിയാണ്. കാലിഗ്രാഫിയൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ക്വാളിറ്റിയാണ്. ആ സമയത്തൊക്കെ അത് എഴുതിയിട്ടുള്ള ഇവിടെ പിന്നെ പറന്ന് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, രാജാവിൻ്റെ മകൻ, ന്യൂഡൽഹി, അങ്ങനെ അനവധിയായ കാലിഗ്രാഫിയുടെ വ്യത്യസ്ത സ്ഥലങ്ങൾ ഉണ്ടാക്കി വിസ്മയിപ്പിച്ച ഒരു മാസ്റ്ററാണ് ഗായത്രി അശോകൻ ചേട്ടൻ. ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, എൻ്റെ ചിത്രങ്ങളൊക്കെ എപ്പോഴും ലൈക്കുകളും ഒക്കെ ഇടാറുണ്ട്. എന്നോട് ഭയങ്കര സ്നേഹമാണ്. അത് ഗുരുസ്ഥാനിയായിട്ട് കാണുന്ന ആളാണ് ഗായത്രി അശോകൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഞാനിപ്പോൾ നൻപകലിനൊക്കെ വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അവരെല്ലാം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ വരച്ചത്. അവരുടെ എല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിലാണ്. സ്വാഭാവികമായിട്ടും ഞാനത് അങ്ങനെ വലിയൊരു പ്രോസസ്സാണ്. ഫിലിം പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ മുഖമാണ്. ഒരു സിനിമ നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ ടൈറ്റിലിങ് ഒരു ഘടകമാണല്ലോ.
അപ്പോൾ അത്രയും പ്രാധാന്യം അതിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ, ആ അതിൽ ടൈറ്റിലും സ്റ്റോറി ബോർഡും അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം, അതൊരു ഗംഭീരമായൊരു ആശയമാണ് ലിജോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഭയങ്കര രസകരമായൊരു ആ അനുഭവം പ്രേക്ഷകനെല്ലാം കിട്ടിയെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിൻ്റെ നമ്മൾ എത്രത്തോളം പ്രേക്ഷകരിൽ എത്തുന്ന ഒരു ഫോർമാറ്റാണല്ലോ ടൈറ്റിലിംഗ് എന്ന് പറയുമ്പോൾ. ആ ടൈറ്റിലിംഗ് വേണ്ടി ശരിക്കും പറഞ്ഞാൽ 1 മാസത്തോളം എഫേർട്ട് എടുത്തായിരുന്നു. കുറേ ചെയ്ത് ഇട്ടാണ് അവസാനം നമ്മൾ നമ്മൾ ഏറ്റവും ഫൈനലിൽ വന്നേക്കുന്ന ആ ഡിസൈനിലേക്ക് എത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ കാലിഗ്രഫി, ചെറിയ ടൈപ്പ് നമ്മൾ എഴുതിയിട്ട് അതിനെ ബ്ലോപ്പ് ചെയ്തിട്ട് നമ്മളതിനെ സ്കൾപ്ചർ ചെയ്തു. അതിനെ വലിയ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക ചെയ്തത്. സ്കൾപ്ചർ പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്ലേയിൽ അത് പിന്നെ ബ്ലോപ്പ് ചെയ്തിട്ട് ക്ലേ രൂപപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടാണ് റെഡ്യൂസ് ചെയ്താണ് പിന്നെ നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കൈകൊണ്ട് വരച്ച് ആ ഒരു ഡിസൈനെ ബ്ലോപ്പ് ചെയ്തതിന് ശേഷം എടുത്താൽ. ഇപ്പോൾ പത്മരാജ സാറൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട്, ഒരു സിനിമ മൊത്തം സ്റ്റോറി ബോർഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന്. ഭരതൻ സാറിൻ്റെയൊക്കെ സിനിമകൾ, അതെ, സാറിൻ്റെ വൈശാലിയൊക്കെ നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ സ്റ്റോറി ബോർഡിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ആലോചിക്കും. സ്റ്റോറി ബോർഡ് ഒരു സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു വിഷ്വലൈസർ, ഒരു ചിത്രകാരൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ ഫ്രെയിമിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ എസ്തറ്റിക് വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ ബോർഡിങ്ങിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് ആണ്. സാർ, ഒരു കാര്യം, നമ്മുടെ മലയാള സിനിമയിലാണ് ഈ സ്റ്റോറി ബോർഡിംഗ് ഒക്കെ. കുറേ ഹോളിവുഡ് മൂവീസിലൊക്കെ അവർ എൻ്റെ മൂവി സ്റ്റോറി ബോർഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. വിഷ്വൽ ഐഡിയ നമുക്ക് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ സാർ ടീം മെമ്പേഴ്സുമായിട്ട്? ടീം ക്രൂവിന് മൊത്തം അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും. സിനിമ ഒരു മേക്കിംഗ് പ്രോസസ്സിൽ അതിൻ്റെ ഒരു ധാരണ യൂസ്ഫുള്ളാണ്.